പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ നാമത്തെ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാൻ ഗീവറി സച്ചിൻ. ഞാൻ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വരുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത വീഡിയോയുടെ തുടർച്ചയായിട്ടല്ല, മറിച്ച് കഴിഞ്ഞ ദിവസം നടന്നതായ ദുഃഖകരമായ ഒരു അനുഭവത്തെ ഓർത്തിട്ടാണ്. ഇനിയുള്ള കുഞ്ഞുങ്ങളെങ്കിലും അത്തരം ചതിക്കുഴി ചെന്ന് ചാടാതിരിക്കുന്നതിന് വേണ്ടി സോന എൽദോസ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആത്മഹത്യ, റമീസ് എന്ന് പറയുന്ന ഒരു മുസ്ലിം അതിന് കാരണക്കാരനായി തീർന്നു. അവർ തമ്മിലുള്ള പ്രണയം ശുദ്ധമല്ലായിരുന്നു എന്നതുകൊണ്ടുമാണ്. ലവ് ജിഹാദ് എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഇരയാണ്, നിലവിലുള്ളതിൽ ഏറ്റവും അവസാനത്തെ ഇരയാണ് സോന എൽദോസ്. സോന എൽദോസ് അവനെ അന്ധമായി സ്നേഹിച്ചുവെന്ന് അവളുടെ അമ്മയുടെ ആ വീഡിയോ കാണുമ്പോൾ അറിയാം, അവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അറിയാം. അവൾ അന്ധമായി സ്നേഹിച്ചതുകൊണ്ട് അവൻ ചെയ്ത ഇമ്മോറലായിട്ടുള്ള പ്രവൃത്തികൾ പോലും അവൾ ക്ഷമിച്ചിട്ട് അവൻ്റെ വീട്ടിൽ ചെന്ന് താമസിക്കാൻ ഇടയാകുകയും അവൾ കണ്ടമാനം ഉപദ്രവിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. അവസാനം അവൾ അഭയം കണ്ടെത്തിയത് നസ്രാനായ യേശു ക്രിസ്തുവിലല്ല, ഒരു മുഴം കയറിൽ യൂദായുടെ പിൻഗാമിയെ പോലെ അല്ലെങ്കിൽ യൂദായെ പോലെ ഒരു മുഴം കയറിലാണ്. യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തപ്പോൾ യൂദാ എന്ത് ഭരിച്ചുവോ അത് തന്നെ അവളും ഭരിച്ചു. അതുകൊണ്ട് അവളോട് പ്രത്യേകിച്ച് എനിക്ക് സഹതാപമൊന്നുമില്ല. സത്യവിശ്വാസത്തിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ചു പോകാതെ ഈ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ അവൾക്ക് മുമ്പോട്ട് പോകുവാൻ ധാരാളം അവസരമുണ്ടായപ്പോൾ അവൾ ദൈവത്തെക്കാൾ അധികമായി റമീസിനെ സ്നേഹിച്ചു. റമീസോ പിശാചിൻ്റെ മനസ്സും മനുഷ്യൻ്റെ ശരീരവും ആയി നിന്നുകൊണ്ട് അവളെ സ്നേഹിക്കുന്നതായിട്ട് ഭാവിക്കുകയും കാപട്യതയിലൂടെ അവൻ്റെ മതത്തിലേക്ക് അവളെ ചേർക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അവൻ്റെ മതത്തിലേക്ക് സുവിശേഷം പറഞ്ഞല്ല അവളെ ചേർക്കാൻ ആഗ്രഹിച്ചത്, നിർബന്ധം കൊണ്ടും പ്രേരണ കൊണ്ടും ഭീഷണി കൊണ്ടും ഉപദ്രവം കൊണ്ടുമാണ്. അത് അവൻ്റെ മതത്തിൻ്റെ പ്രത്യേകതയാണ്. ലോകം മുഴുവൻ അവൻ്റെ മതം അങ്ങനെ തന്നെയാണ്. ഇറാൻ, ഇറാഖ്, സിറിയ, അസർബൈജാൻ, അർമീനിയ, കോങ്കോ, നൈജീരിയ, സുഡാൻ, അതുപോലെ തന്നെ ഇസ്രായേൽ തുടങ്ങി സകല രാജ്യങ്ങളിലും, ലോകത്തെ മുഴുവൻ രാജ്യങ്ങളിലും മുസ്ലിങ്ങൾ പ്രവർത്തിക്കുന്നത് ഭീഷണി കൊണ്ടാണ്. ഭീഷണിപ്പെടുത്തി മതം മാറ്റിക്കുകയാണ്. ഭീഷണിയോടുകൂടിയാണ് അവർ ഭീഷണിയോടും മറ്റുള്ളവർ അവരെ ഭയപ്പെടുന്നതിലാണ് അവർ സമീപിക്കുന്നത്. അവരുടെ മതത്തിലേക്കാണ് ചേർക്കുക. ആശയം കൊണ്ടല്ല, ആയുധം കൊണ്ടാണ് അവർ മതം മാറ്റുന്നത്. ആശയം കൊണ്ട് മതം മാറ്റാൻ കഴിയില്ലാത്തതുകൊണ്ട് അവർ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ മറ്റ് മതങ്ങൾക്ക് പ്രചരണത്തിനോ മറ്റ് മതങ്ങൾക്ക് പരസ്യമായിട്ടുള്ള പ്രവർത്തനത്തിനോ അവകാശം പോലും അവർ വളരെ പരിമിതപ്പെടുത്തിയാണ് കൊടുത്തിരിക്കുന്നത്. ലോകം മുഴുവൻ എല്ലാ മതങ്ങൾക്കും അവരവരുടെ മതങ്ങളെ പ്രചരിപ്പിക്കുവാൻ ഉള്ള അവകാശം ഉണ്ടെന്നാണ് വൈപ്പ് നമ്മുടെ രാജ്യത്തുൾപ്പെടെ. യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇവിടുത്തെ സനാതനരായിട്ടുള്ള ഹിന്ദുക്കളും അവരുടെ സന്യാസ സമൂഹങ്ങളും ഒക്കെ അവരവരുടെ രീതിയിൽ അവരുടെ മതപ്രചരണം നടത്തുന്നുണ്ട്. ആ മതം വിശ്വസിച്ച് ക്രിസ്തു വിശ്വാസം വിട്ടിട്ട് അവരുടെ കൂടെ പോകുന്നവരെ ഒരു ക്രിസ്ത്യാനിയും കൊന്നിട്ടില്ല. ആ മതം പ്രചരിപ്പിക്കുന്നതിൻ്റെ പേരിൽ ആ സനാതന വിശ്വാസമുള്ള ഹിന്ദു സന്യാസിമാരെയോ സന്യാസിനികളെയോ അതിൻ്റെ പ്രചാരകരെയോ യൂറോപ്യൻ രാജ്യങ്ങളിലോ ഓസ്ട്രേലിയ അമേരിക്കയിലോ ഒന്നും തല്ലിയിട്ടില്ല. പക്ഷേ ഇന്ത്യയിൽ ക്രിസ്തുമതത്തെ പ്രചരിപ്പിക്കുവാൻ ഇന്ത്യൻ ഭരണഘടന അവകാശം നൽകുന്നുണ്ട്. നിർബന്ധിതമായിട്ട് മതം മാറ്റാൻ അവകാശം നൽകുന്നില്ല എന്ന് മാത്രം. പക്ഷേ ഇവിടെ മതം മാറുന്നു അല്ലെങ്കിൽ മതം മാറ്റപ്പെടുന്നു. ഞാൻ ഒരു ഹിന്ദുവാണ്, എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഹിന്ദു മതത്തിലെ ആചാരാനുഷ്ഠാനങ്ങളിൽ എനിക്ക് വിശ്വാസം പോരാത്തതുകൊണ്ട് എൻ്റെ മുമ്പിൽ വെച്ച മറ്റൊരു ആശയത്തിലേക്ക് ഞാൻ സ്വയം മാറുന്നുവെങ്കിൽ അത് പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ ബൈബിളും ശുശ്രൂഷകരെയും ഒക്കെ കത്തിക്കുകയോ കൊല്ലുകയോ കീറിക്കളയുകയോ ചെയ്യുന്ന അനുഭവം ഇന്ത്യയിലുമുണ്ട്. അത് ഇല്ലാത്തതല്ല. അപ്പോൾ ക്രിസ്ത്യാനി ലോകം മുഴുവൻ എവിടെയായിരുന്നാലും പീഡകൾ അനുഭവിക്കേണ്ടവരാണ്. പക്ഷേ വഞ്ചക സമൂഹത്തിൻ്റെ കെണികളിൽ അകപ്പെടാതിരിക്കുന്നതിന് വേണ്ടി, ഇത്തരത്തിൽ കുഞ്ഞുങ്ങൾ ചതിവിൽ ചെന്ന് ചാടാതിരിക്കുന്നതിന് വേണ്ടി നമ്മളുടെ പുരോഹിതന്മാർക്കും മേൽപ്പട്ടക്കാർക്കും സൺഡേ സ്കൂൾ അധ്യാപകർക്കും അവരവരുടെ മേഖലകളിൽ ഉത്തരവാദിത്തങ്ങളുണ്ട്. മാതാപിതാക്കൾക്കുള്ളതുപോലെ തന്നെ തലതൊടുന്നവർക്കുണ്ട്. തലതൊടുക എന്നുള്ളതൊരു അവകാശമൊന്നുമല്ല, ഒരു ഉത്തരവാദിത്തമാണ്, ഒരു ചുമതല ഏൽക്കുകയാണ്. വിശുദ്ധ ബലിപീഠത്തിൻ്റെ മുമ്പാകെ നിന്നുകൊണ്ട് മാമോദീസായ്ക്ക് സമയത്ത് അല്ലെങ്കിൽ മാമോദീസയുടെ മുമ്പിൽ നിന്നുകൊണ്ട്
നിങ്ങൾ നസ്രാനായ യേശു ക്രിസ്തുവിനെയും പിതാവിനെയും പരിശുദ്ധ രൂപയും സാക്ഷിയാക്കി സത്യം ചെയ്യാണ് ഞാൻ ഈ വിശ്വാസത്തിൽ ഈ കുഞ്ഞിനെ വളർത്തിക്കൊള്ളാം. തലോടുന്ന ആൾക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഉണ്ട്. അല്ലാതെ അവരുടെ വിവാഹ സമയത്ത് ഒരു മോതിരോ മാലയോ സൗകര്യം സാമ്പത്തികത അനുസരിച്ച് കൊണ്ട് ഇടാനായിട്ടുള്ള ഒരു ഉപാധി മാത്രമല്ല തലോടുന്നവർ. അപ്പോൾ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകാതെ അവരെ നേരായി നയിക്കുന്നതിന് മാതാപിതാക്കളോടൊപ്പം തലോടുന്നവർക്ക് ഉത്തരവാദിത്വമുണ്ട്. പുരോഹിതന്മാർക്കും മേൽപ്പെട്ടക്കാർക്കും ഷമ്മാശന്മാർക്കും സൺഡേ സ്കൂൾ അധ്യാപകർക്കും ഉത്തരവാദിത്തമുണ്ട്. മാമോദീസയുടെ സഭയിലേക്ക് നൽകിയ ഒരു കുഞ്ഞിനെ സഭ നിങ്ങളെ തിരിച്ചേൽപ്പിക്കുന്നത് സഭയുടെ പുത്രനോ പുത്രിയോ ആയിട്ടോ വളർത്തി സഭയ്ക്ക് തിരിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മാമോദീസയുടെ സഭയിലേക്കാണ് സമർപ്പിക്കപ്പെട്ടത്, യേശു ക്രിസ്തുവിൻ്റെ സഭയിലേക്ക്. അപ്പോൾ ആ തിരിച്ചേൽപ്പിക്കേണ്ട ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കുണ്ട്. ഇവിടെ സോന എൽദോസ് അവളേക്കാൾ അധികമായി ദൈവത്തേക്കാൾ അധികമായി റെമീസിനെ സ്നേഹിച്ചു. അവൻ്റെ സ്വഭാവ ദൂഷ്യങ്ങളൊക്കെയും അവൾ ക്ഷമിച്ചു. റെമീസോ വഞ്ചനയുടെ ദുരാത്മാവിനെ പേറിക്കൊണ്ട് അവൻ്റെ മതത്തിലേക്ക് ആളെ ചേർക്കാനായിട്ടുള്ള ഒരു ഉപാധിയായിട്ട് അവളെ കണ്ടു. നിങ്ങളെല്ലാം സുറിയാനി ക്രിസ്ത്യാനികളോട് ആയിട്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് അച്ഛന്മാരുടെ കുറ്റം, പള്ളിയിലെ കൈക്കാരന്മാരുടെ കുറ്റം, കമ്മിറ്റിക്കാരുടെ കുറ്റം, മേൽപ്പെട്ടക്കാരുടെ കുറ്റം, ചെമ്മാശന്മാരുടെ കുറ്റം ഇങ്ങനെ പറഞ്ഞു വീട്ടിലിരുന്ന് അവഹേളിക്കെതിരെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ വളരുന്ന കുഞ്ഞുങ്ങൾ ഇതെല്ലാം കണ്ടിട്ട് എന്നാൽ പിന്നെ പള്ളിയിൽ എന്തിനാ പോണേ, ഈ വിശ്വാസത്തിലൊക്കെ നിൽക്കണോ, വിശ്വാസമൊക്കെ വേണോ എന്ന ചിന്തയോടുകൂടി പ്രവർത്തിക്കുകയും അത്തരം രീതിയിലൂടെ പോവുകയും ചെയ്യുന്നത് കാണാറുണ്ട്. അങ്ങനെ പോകുമ്പോൾ മനുഷ്യരൂപം കൊണ്ട ഇത്തരം പിശാചുക്കൾ അവരുടെ മതത്തിലേക്ക് ആളെ ചേർക്കുവാൻ കഴുകൻ്റെ രൂപത്തിൽ പറന്നിറങ്ങും. വഴിതെറ്റിപ്പോയ ആടുകളെ അവർ ചൂണ്ടിക്കൊണ്ടുപോകും. ഒരുമിച്ച് നിന്നാൽ ചൂണ്ടാൻ പാടാ, അതിന് ഒറ്റയ്ക്ക് ചൂണ്ടിക്കൊണ്ടുപോകും. ഇത്തരം അനുഭവങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഇത്തരക്കാരുമായിട്ടുള്ള സംസർഗത്തിൽ നിന്ന് ഒരു കൈ അകലം പാലിച്ച് അകന്നു നിൽക്കുക. സൗഹൃദവും സ്നേഹവും ഒക്കെ അതിരുവിടാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കുട്ടികൾക്ക് മാത്രമല്ല, മാതാപിതാക്കൾക്കും സുഹൃത്തുക്കൾക്കും സഭയിലെ മറ്റുള്ള ഇടവകയിലുള്ള മറ്റുള്ള ആളുകൾക്കുമൊക്കെ ഉണ്ട്. നേരിട്ട് കുട്ടിയെ ഉപദേശിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ബന്ധപ്പെട്ട ഒരു മുഖാന്തരം ഇത്തരം ഉപദേശങ്ങൾ കൊടുക്കാൻ കഴിയണം. നൂറുകണക്കിന് ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരുപാട് കുഞ്ഞുങ്ങളെ ഇത്തരം ചതിക്കുഴിയും തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഈ കാര്യത്തിൽ എനിക്കുള്ള എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുകയാണ്, പലപ്പോഴും കുമ്പസാര രഹസ്യമായിട്ട് പലതും പുറത്തു പോലും പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ആ രീതിയിലാണ് ഇത്തരക്കാർ അടുത്തുകൂടുന്നത്. ഒന്നോർക്കുക, കുഞ്ഞുങ്ങളായിരുന്നാലും സ്ത്രീകളായിരുന്നാലും പുരുഷന്മാരായിരുന്നാലും ഒക്കെ ഒരു കുടുംബജീവിതമാകുമ്പം ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം, ഭാര്യയും ഭർത്താവും ഉണ്ടാകും, തർക്കം ഉണ്ടാകും, കലഹം, ചിലപ്പോൾ വീട്ടിൽ വഴക്കമുണ്ടായിരുന്നിരിക്കും. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവിടെയൊക്കെ എപ്പോഴും പൊന്നെ, പൊടിയെ, മുത്തേ, ചക്കരെ, തേനെ, പാലേ എന്ന് പറഞ്ഞ് മാത്രം കൊഞ്ചിച്ചും ലാളിച്ചും കൊണ്ടു നടക്കുന്നവരാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങൾ വിചാരിക്കരുത്. കഴിഞ്ഞ ദിവസവും എൻ്റെ മുമ്പിൽ അത്ര ഒരു വിഷയം വന്നതാണ്. അവർ കല്യാണം കഴിച്ചു, 2 മക്കളായി, മക്കൾക്ക് ഏകദേശം 6ലും 8ലും ഒക്കെ പഠിക്കുന്ന മക്കളായി കഴിഞ്ഞിട്ടും ഇവർ പ്രണയിച്ച് നടന്ന കാലത്തെ ലീലകളും പറഞ്ഞ് ഇന്നും ആ സ്ത്രീ ആ ഭർത്താവിനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. പ്രണയിച്ച് നടന്നപ്പോൾ എന്താ, സിനിമയ്ക്ക് കൊണ്ടുപോകുന്നു, അവിടെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുപോകുന്നു, ലാളിക്കുന്നു, കൊഞ്ചിക്കുന്നു ഒക്കെയാണ്. കല്യാണം കഴിഞ്ഞ് ജീവിതത്തിൻ്റെ പ്രാരാബ്ധത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ചില സമയത്ത് അദ്ദേഹത്തിന് ചെറിയൊരു ബിസിനസ്സുകാരനും കൂടിയാണ്. ചില സമയത്ത് പല കാര്യങ്ങളിലും ചിന്തകൾ കൊണ്ടെത്തിക്കുന്നതുകൊണ്ട് ഭാര്യയെ ഒന്ന് കൊഞ്ചിക്കാനോ ലാളിക്കാനോ ചിലപ്പോൾ സാധിക്കാതെ വന്നിട്ടുണ്ട്. അതിന് മറ്റൊരു മാർഗം തേടി പോവുകയല്ല ഭാര്യ ചെയ്യേണ്ട ഭാര്യയുടെ ഉത്തരവാദിത്വം അതല്ല. അപ്പോൾ അങ്ങനെ സാധിക്കാതെ വന്നു, അത് ഭയങ്കര കുറ്റമായി. ഉടനെ ആ അവസരം മുതലെടുത്തുകൊണ്ട് ചിലരിങ്ങനെ നുഴഞ്ഞു കയറി പറഞ്ഞു, വിഷമിക്കണ്ട, പഞ്ചാര മുത്തേതേനെ നിന്നെ ഞാൻ കൊണ്ടുപോകാം, എവിടെ പോകണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ എത്തിക്കും എന്നൊക്കെ പറഞ്ഞു. റിയൽ ലൈഫിൽ ചിലപ്പം അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്ന് കരുതി ഭർത്താവിന് സ്നേഹമില്ലെന്നല്ല എന്നർത്ഥം, ഭാര്യയ്ക്ക് സ്നേഹമില്ലെന്നല്ല എന്നർത്ഥം. കാമുകനും കാമുകിയുമായിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുക അവർ മൃതരെ പോലെ എത്ര എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്. കാരണം അവർക്ക് ആ നല്ല വശങ്ങൾ മാത്രം ചിന്തിക്കുക. അവൻ അങ്ങോട്ട് നോക്കിയാലും നല്ലത്, ഇങ്ങോട്ട് നോക്കിയാലും നല്ലത്, മേലോട്ട് നോക്കിയാലും നല്ലത്, താഴോട്ട് നോക്കിയാലും നല്ലത്, അല്ലെ അവൾ എന്ത് പറഞ്ഞാലും അത് നല്ലത്. പക്ഷെ റിയാലിറ്റിയുള്ള ലൈഫിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഇതൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരികയില്ല. അതിനർത്ഥം പങ്കാളിക്ക് നിങ്ങളോട് സ്നേഹമില്ലെന്നോ, പങ്കാളി നിങ്ങളെ കരുതുന്നില്ലെന്നോ, പങ്കാളി വേറെ ബന്ധം തേടിപ്പോയെന്നോ ഒന്നും ആയിരിക്കണമെന്നില്ല. കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, മാതാപിതാക്കൾ വീട്ടിൽ വഴക്കുണ്ടാക്കിയാലോ
അത് കുറച്ച് കഴിയുമ്പോൾ അത് മാറിപ്പോയെന്നിരിക്കും. അല്ലെങ്കിൽ മാതാപിതാക്കൾ നിങ്ങളെ ഒന്ന് വഴക്ക് പറഞ്ഞു എന്ന് വിചാരിച്ചു തന്നെ അങ്ങനെ ഇരുന്നു. ചെയ്യുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനുള്ള ഉത്തരവാദിത്തമുള്ളതുകൊണ്ടാണ് മാതാപിതാക്കൾ വഴക്ക് പറയുന്നതും ശാസിക്കുന്നതും. അത്തരം തെറ്റിലേക്ക് ചെന്ന് ചെയ്താതിരിക്കാൻ വേണ്ടിയാ. ഒരു പരിചയമില്ലാത്ത രണ്ടുപേര് വഴി കള്ളുകുടിച്ച് തോന്നിയ പോലെ നിൽക്കുന്ന കണ്ട ആരും ഒന്നും പറയാറില്ല. അവരുടെ ബന്ധുക്കൾക്ക്, ഏറ്റവും അടുത്ത റിലേറ്റീവ്സ്, അവരുടെ രക്തബന്ധുക്കൾക്ക് മാത്രമേ അതിന് സങ്കടവും ദേഷ്യവും തോന്നത്തുള്ളൂ. ഇതുതന്നെയാണ് എല്ലാ കാര്യങ്ങളിലും. ദൂരെ ഗസയിലും കോങ്കോയിലും നൈജീരിയയിലും ഒക്കെ ആയിരക്കണക്കിന് പേര് കൊല്ലപ്പെടുന്നുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് പാവം എന്ന് തോന്നുന്നതിനപ്പുറത്തേക്ക് നമുക്കൊരു വികാരം തോന്നില്ല. പക്ഷെ നമ്മുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സ് ആകുമ്പോഴോ നമുക്ക് സങ്കടം വരും, കരച്ചിൽ വരും. കുറെ നാളത്തേക്ക് ആ ദുഃഖം നമ്മളെ വിട്ടുപോകാതിരിക്കും. ഇതുതന്നെയാണ് ജീവിതവും. അത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ പഠിക്കാൻ വിട്ട കുട്ടികൾ പഠിക്കാൻ പോകുന്ന സമയത്ത് വഴിവെക്കലിരിക്കുന്ന ഇത്തരം ചെന്നായ്ക്കളുണ്ട് എന്ന് അവരെ തിരിച്ചറിയണമെന്നും അവരോടുള്ള സൗഹൃദത്തിൽ നിന്ന് ഒരകലം പാലിച്ച് നിൽക്കണമെന്നും മാതാപിതാക്കളും പറഞ്ഞു കൊടുക്കണം, സൺഡേ സ്കൂൾ അധ്യാപകരും പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ വീണ്ടും ഇത്തരം ചതിക്കുഴി ചെന്ന് ചാടും. ഒരു വിഭാഗത്തിന് അവരുടെ മതം വളർത്തുവാൻ മറ്റു മതത്തിലെ പെൺകുട്ടികളെ ക്യാച്ച് ചെയ്യുക, അത് അവരുടെ ലവ് ജിഹാദ് എന്ന് തന്നെ അതിനെ വിളിക്കും. നാർക്കോട്ടിക് ജിഹാദ് എന്ന് കല്ലറങ്ങാട് പിതാവ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ വാളെടുത്തില്ല എല്ലാവരും. ഇവരൊക്കെയാണ് കന്യാസ്ത്രീ വിഷയത്തിൽ എന്താ പറയുന്നത്, മുതലക്കണ്ണുനീര് ഒഴുക്കിക്കൊണ്ട് ഇവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചവർ. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീ അറസ്റ്റ് ചെയ്തപ്പോഴത്തേക്കിനും ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സംഘടന വരെയും ഇവിടെ പ്രതിഷേധ പ്രകടനം നടത്തിയതാണ്. എന്തിനു വേണ്ടിയാ? ഇവിടുത്തെ വിശ്വാസികളായിട്ടുള്ളവരെ വഞ്ചിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇത്തരം കാര്യങ്ങളിൽ ഈ രീതിയിൽ പോയിട്ടുള്ള അനേക കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ പ്രയത്നിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തിട്ട് അതിലൊരു 80% വിജയപഥത്തിലെത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയട്ടെ, ഇത് പലരുടെയും ലക്ഷ്യം മതം മാറ്റുക തന്നെയാണ്. അതിന് അവർ കണ്ടെത്തിയ ഒരു ഉപായമാണ് ഈ കപട പ്രണയം. കല്യാണം കഴിക്കാമെന്നും പറഞ്ഞു മോഹന വാഗ്ദാനങ്ങളും സ്നേഹ പ്രകടനങ്ങളും. അതിനോടിടയ്ക്ക് കുറേശ്ശെ ആയിരിക്കും ഇവർ എന്ത് ചെയ്യുന്നത്. ഞാൻ വീട് വലിക്കില്ല, നിങ്ങളെക്കൊണ്ട് ഹള്ളി ഞങ്ങൾക്ക് ഹറാമാണ്, അതാണ് ഇതാണ്, ഞാൻ 5 നേരം നിസ്കരിക്കും. അല്ലെങ്കിൽ ഇവരുടെ കൂട്ടത്തിലുള്ള പെണ്ണുങ്ങളെ ഇവരോട് കൂടുതൽ അറ്റാച്ച് ചെയ്യിച്ചു നേരെ എന്ത് ചെയ്യുക ചെയ്യില്ല, ഒരിക്കലും വീട്ടിൽ നിസ്കരിക്കുകയില്ലെങ്കിലും ഇവരുടെ കാങ്ക് ഒരു പ്രഹസനം പോലെ നിസ്കാരവും നടത്തി. അപ്പം നോക്കുമ്പോൾ എന്നാ, അയ്യോ അവർ നോമ്പെടുക്കുന്നു, അവർ ഉപവസിക്കുന്നു, അവർ 5 നേരം നിസ്കരിക്കുന്നു, അവരെല്ലാം മതചിട്ടം ജീവിക്കുന്ന, എല്ലാം നല്ല എന്താ പറയുന്നത്, വളരെ അലുവാ കഷ്ണം പോലെ പവിത്രമായ ജീവിതം നയിക്കുന്നവരാണെന്ന് റിയൽ ലൈഫിലേക്ക് വരുമ്പോഴാണ് അല്ല എന്ന് തിരിച്ചറിയുന്നത്. പല കേസിലും പല കുട്ടികളും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം അത്. ഞങ്ങളുടെ ഒരു കൊച്ചിനോട് പറഞ്ഞ ആദ്യം പരിചയപ്പെട്ടപ്പോൾ ഞാൻ അകന്ന് മാറിയപ്പോഴത്തേക്കിനും ചാകാൻ പോവാണെന്നും പറഞ്ഞ് കൈമുറിക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നില്ല എന്നും പറഞ്ഞ് അവൻ്റെ പെങ്ങള് വിളിക്കുന്നു, അതുപോലെ അവൻ്റെ ഉമ്മ വിളിക്കുന്നു, അവൻ്റെ ബാപ്പ വിളിക്കുന്നു, മോളെ നീ നിൻ്റെ ഇഷ്ടമുള്ള വിശ്വാസം നിന്നോ, എന്നാലും അവനൊന്ന് കരയാതിരിക്കട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ കൂട്ടത്തിലേക്ക് പതുക്കെ പോകാൻ ചെന്നപ്പോൾ പിന്നെ വീട്ടിലേക്ക് വിളിച്ചിട്ട്, അതായത് ഇവൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഇവൻ്റെ ഉമ്മയും പെങ്ങളും ബാപ്പയും അവിടെ ഇല്ല, പതുക്കെ അവിടുന്ന് മാറിക്കൊടുക്കുന്ന അനുഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലി ഒരു റിലേഷൻ ഉണ്ടാക്കിക്കോട്ടെ എന്നുള്ള ചിന്തിച്ചുകൊണ്ട് മാറിക്കൊടുക്കുന്ന അനുഭവം. അപ്പോഴാണ് നമുക്കത് മനസ്സിലായി, ഇതിലൂടെ ഒരു ചതി ഉണ്ടെന്ന് മനസ്സിലായിക്കൊണ്ട് ആ കൊച്ച് സ്വയം തിരിച്ചറിഞ്ഞ് അതിന് പീരീഡ്സ് ആണെന്നൊരു കള്ളം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോരി വീട്ടിൽ വന്ന് അതിൻ്റെ പേരൻസിനോട് വിവരം പറയുകയും അവർക്ക് പരിചയമുള്ള ഒരാളോട് സംസാരിച്ചപ്പോൾ എന്നെ വന്ന് കാണാൻ പറഞ്ഞു, എന്നെ വന്ന് കണ്ടു, അത് പറഞ്ഞു, കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. എംടെക്കുകാരിയായ പെൺകുട്ടി ഇന്ന് മറ്റൊരു വിവാഹം കഴിച്ച് സ്വസ്ഥവും സമാധാനവുമായിട്ട് ജീവിക്കുന്നു. അതിൽ 2 കുഞ്ഞുങ്ങളുമായി. ഒരു ക്രിസ്ത്യൻ വിശ്വാസിയായവനെ തന്നെ കല്യാണം കഴിച്ച് സ്വസ്ഥവും സമാധാനമായിട്ട് ജീവിക്കുന്നു. അതിൻ്റെ പേരിൽ ആ കുട്ടി ഒരുപാട് ഭീഷണി നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ആ ഭീഷണിക്ക് മാതാപിതാക്കളും സഹോദരങ്ങളും മാതാപിതാക്കളുടെ ബന്ധുക്കളും ഒരുമിച്ച് നിന്ന് എതിർത്തു. അതുകൊണ്ട് ആ കൊച്ചിനെ മറ്റവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ പല അനുഭവങ്ങളുമുണ്ട്. അപ്പോൾ ഇത്തരക്കാരുടെ കൂടെ നടന്ന് അവരുടെ ചതിക്കുഴി ചെന്ന് ചാടരുതേ മക്കളെ എന്ന് പറയേണ്ട ഉത്തരവാദിത്വം ഒരു പുരോഹിതൻ എന്ന നിലയിൽ എനിക്കുണ്ട്. മരിച്ചുപോയ സോന അൽദോസിനെ കുറിച്ച് എനിക്ക് സങ്കടപ്പെടേണ്ട കാര്യമില്ല. അവളുടെ മാതാവ് തന്നെ പറയുന്നുണ്ട്, അവൾ ഇഷ്ടമാണ്, അവൾ മതം മാറി പൊക്കോട്ടെ, അതിന് വിരോധമൊന്നുമില്ല എന്ന്. അത് തന്നെയാണ് എല്ലാവരുടെയും നയം.
ഇഷ്ടത്തോടു കൂടി ഈ വിശ്വാസം എന്നിട്ട് യേശു ക്രിസ്തുവിൽ എനിക്ക് രക്ഷയില്ല, അതുകൊണ്ട് ഞാൻ മാറിയും നിങ്ങൾ പറയുന്ന വിശ്വാസം ശരിയാണ്, എനിക്കത് നല്ല അനുഭവം ഉണ്ട്, അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞ് അവൾ പോയിരുന്നെങ്കിൽ ഓക്കെ. ഇത് അവൾ ഒരു വിധത്തിന് യേശു ക്രിസ്തുവിനെ അപേക്ഷിക്കാനോ ഈ വിശ്വാസം വിട്ടു പോകാനോ തയ്യാറില്ല. അവനെ സ്നേഹിച്ചു എന്നതിലപ്പുറത്തേക്ക് അവളുടെ വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞപ്പോൾ അവളെ ഉപദ്രവിച്ചു, പീഡിപ്പിച്ചു, കൊല്ലാക്കൊല ചെയ്തു. അതിന് അവൻ്റെ മാതാപിതാക്കളും അതിന് കൂട്ടുനിന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഇത്തരം ചതി ഇനിയുള്ള കുഞ്ഞുങ്ങൾക്കെങ്കിലും ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക. സൗഹൃദങ്ങൾ വേണ്ട എന്നല്ല, അതെല്ലാ മതത്തിലും പെട്ടവരുമായിട്ട് സൗഹൃദങ്ങളാകാം. ഒരു കൈയകലത്ത് നിൽക്കുക. നിനക്ക് ഇഷ്ടമുള്ള ഒരാളെ പ്രണയിക്കാം, അതും വേണ്ടെന്നല്ല, മറിച്ച് ആ പ്രണയം അവൻ്റെ മതത്തിലേക്ക് നിന്നെ ചേർത്തുകൊണ്ട് പോകുന്നതിന് വേണ്ടി മാത്രമുള്ളതാണോ യാഥാർത്ഥ്യമുള്ളതാണോ എന്ന് അറിയാൻ കഴിയണം. എനിക്ക് പരിചയമുള്ള ഒരു മുസ്ലിം യുവാവുണ്ട്. അയാളൊരു ഹിന്ദു പെൺകുട്ടിയാണ് കല്യാണം കഴിച്ചത്. അയാൾ വർഷങ്ങളോളം അവളെ തൻ്റെ മതത്തിലേക്ക് മാറ്റിയില്ല. കാലങ്ങൾക്ക് ശേഷം അവൾ സ്വമേധയ അങ്ങോട്ട് മാറിയതാണ്. എനിക്കറിയാവുന്ന കാര്യമാണ്. ആ പയ്യൻ്റെ പേര് നൗഫൽ എന്നാണ്. കാലങ്ങൾക്ക് ശേഷം അവൻ സ്വന്തമായിട്ട് അവൾ തന്നെ ഇഷ്ടപ്പെട്ടു തോന്നി അങ്ങ് മാറിപ്പോയി. അവന് അവരുടെ മര്യാദയ്ക്കനുസരിച്ച് അവരുടെ മതം പഠിച്ച് ജീവിക്കുന്ന ആളല്ല, പക്ഷെ ആ മതത്തിൽ ജനിച്ചതുകൊണ്ട് അങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്ന ഒരാളാണ്. അതിനെവിടെ ആരും കുറ്റപ്പെടുത്തുന്നില്ല. മറിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തിക ലാഭമോ മതപരമായ അംഗസംഖ്യ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ കപട പ്രണയം നടിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഹിന്ദുവായിരുന്നാലും ക്രിസ്ത്യാനി ആയിരുന്നാലും ഈ ഇസ്ലാമിസ്റ്റ് ജിഹാദികളായിരുന്നാലും ക്രിമിനലുകളാണ്. കുറ്റം ചാർത്തപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെടേണ്ടവരുമാണ്. അങ്ങനെ തർക്കമൊന്നുമില്ല. ഇത് ഞാൻ പറഞ്ഞത് എൻ്റെ വിശ്വാസ സമൂഹത്തോടു കൂടിയാണ്, ലോകത്തോട് മാത്രമല്ല, എൻ്റെ വിശ്വാസ സമൂഹത്തോടാണ്. നിങ്ങളത് ബോധത്തോടെ വിവേകത്തോടെ തിരിച്ചറിയുക. നാളെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ സോനാൽദോസുമാരുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ ഏതെങ്കിലും ഒരു മതത്തെ അടച്ചാക്ഷേപിച്ചതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവത്തിൻ്റെ പേരിൽ ഒരു കുറ്റപ്പെടുത്തലോ അല്ല നടത്തിയത്. ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു വലിയ സംഖ്യയുണ്ട്. അതിൽ നിന്ന് കുറേ ആളുകളെങ്കിലും തിരിച്ചു കൊണ്ടുവന്ന് അവരവരുടെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് പോകാൻ പ്രയത്നിച്ചു എന്നതുകൊണ്ടാണ്. അതിനകത്ത് ഹിന്ദുക്കളായിട്ട് പെൺകുട്ടികളെയും കൊണ്ട് അവരുടെ പേരൻസിൻ്റെ അടുക്ക് വന്നിട്ടുണ്ട്. ഇത്രയും ചതിക്കുഴി ചെന്ന് ചാടിയവരെ ചാടുന്ന വക്കിലെത്തിയവരെയും പോലെയും തിരിച്ചു വിട്ടിട്ട് പറഞ്ഞു, സ്വമതത്തിൽ നിന്ന് സ്വന്തം വിശ്വാസം നിനക്കൊരണെ കിട്ടും, അങ്ങനെ നിനക്ക് തൃപ്തിയുള്ളവരണെ കിട്ടുന്നില്ല, നീ വാ, നിനക്കൊരാളെ ഞാൻ കണ്ടുപിടിച്ചു തരാം എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവരൊക്കെയും അത്തരം ചതിക്കുഴികളിൽ നിന്ന് ഒരു 80-85% ആളുകളും തിരികെ പോകുന്നു. അല്ലാണ്ട് ഗർഭവും പേറി വന്നവരൊക്കെ നിവൃത്തിയില്ലാണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ അനുഭവങ്ങളിൽ ചെന്ന് ചാടിയിട്ട് അവസാനം ചവിട്ടും തൊഴി ഇടിയും ഒക്കെ ആയിട്ട് അതല്ലാത്തടത്ത് ഇല്ലെന്ന് ചോദിക്കും. പക്ഷെ അല്ലാത്തടത്ത് ഉണ്ടാകുമ്പോൾ ഒരു സമൂഹമെങ്കിലും ഉണ്ടാകും കൂടെ നിൽക്കാൻ. ഇപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നാൽ സ്വന്തം ഇഷ്ടത്തിൽ തോന്നിവാസം കാണിച്ചല്ലേ എന്നുള്ളൊരു ചോദ്യമായിരിക്കും ആദ്യം നേരിടാൻ പോകുന്നത്. നിയമപാലകർക്ക് അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യത്തിലൊക്കെ ചില പരിമിതികളുണ്ടാവും. എന്നാൽ ഏകപക്ഷീയമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് ഒരു പക്ഷം പിടിക്കുന്ന നിയമപാലകരുണ്ട്. അവരുടെ സമുദായത്തിൽപ്പെട്ടവരാണ് പ്രത്യേകിച്ച്. അതിനുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനെയും എതിർത്ത് തോൽപ്പിച്ചവരെയും എനിക്കറിയാം. അപ്പോൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നീ നിന്റെ വിശ്വാസം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് നീ അതിലേം തേടി ഇതിലേം തേടി നിന്റെ മക്കളെ വിടാൻ ഇടവരരുത്. നീ വിശുദ്ധ ആരാധനകളെക്കുറിച്ച് സ്വയം ഇരുന്ന് പഠിക്കുക. ഈ സീരിയൽ കാണുക, റീൽസ് കാണുക, അത് കാണുക, ഇത് കാണുക എന്നൊക്കെയുള്ള സമയത്ത് ഞായറാഴ്ച ദിവസവും വിശേഷ ദിവസങ്ങളിലൊക്കെ മക്കളെ എങ്ങനെ അഴിച്ച് ടൂർ വിടുന്നതിന് പകരം അവർ വിശ്വാസം എന്താണെന്ന് പഠിക്കാൻ അവർക്കൊരു അവസരം ഉണ്ടാക്കുക. സൺഡേ സ്കൂൾ അധ്യാപനം മാത്രം പോരാ, അതിനുശേഷവും സൺഡേ സ്കൂൾ വിദ്യാഭ്യാസം പോരാ, അതിനുശേഷവും സഭയെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും വിശുദ്ധ വേദപുസ്തകത്തെക്കുറിച്ചും പഠിച്ച് മനസ്സിലാക്കുവാൻ ഉള്ള ആ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക. വിവേകത്തോടും ജ്ഞാനത്തോടും കൂടി അവർ സത്യം തിരിച്ചറിയട്ടെ. സത്യം തിരിച്ചറിഞ്ഞ് ഇത്തരം ചതിക്കുഴിയിൽ നിന്ന് അവർ രക്ഷപ്പെടട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ.